പുനലൂർ തൂക്കുപാലം നവീകരണത്തിന്റെ മറവിൽ നടക്കുന്ന അഴിമതികൾക്കെതിരെ നടപടി സ്വീകരിക്കുക, DMK ജില്ലാ സെക്രട്ടറിയെ വധിക്കാൻ ശ്രമിച്ച സംഭവത്തിലെ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരിക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനകീയ കൂട്ടധർണ സംഘടിപ്പിച്ചു. DMKയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയ കൂട്ടധർണ DMK സംസ്ഥാന സെക്രട്ടറി KR മുരുകേശൻ ഉദ്ഘാടനം ചെയ്തു. പുനലൂരിന്റെ പൊൻതിളക്കം അൽ-നവീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. பல பகுதிகளிலும் இருந்து திரளாக கலந்து கொண்டிருக்கின்ற கழக முன்னோடிகளே, மகளிர் அணியினரே, உங்கள் அனைவருக்கும் எனது முதற்கண் நன்றியை தெரிவித்துள்ளேன். கடந்த சில நாட்களுக்கு முன்பாக திராவிட முன்னேற்ற கழகத்தினுடைய கொல்லம் மாவட்ட கழக அலுவலகம் அடித்து தகர்க்கப்பட்டது. இங்கே புனலூரில் வீடியோ கிளிப் சகிதம் கொண்டு கம்ப்ளைண்ட் கொடுத்தோம். இதுவரை பிரதிகள் யாரும் பிடித்தபாடில்லை. அது தொடர்கதையாகி மரியாதைக்குரிய ரஞ்சிராஜ் எங்களுடைய மாவட்ட செயலாளர்களை கொலை பாதகம் செய்யும் அளவிற்கு ஒரு கவுன்சிலர் தலைமையிலே இறங்கி இருக்கிறார்கள். அந்த கட்சியினுடைய தலைவர்கள் கூறிக்கொள்கிறார்களாம், அந்த கவுன்சிலர்களை என்ன விலை கொடுத்தாலும் நாங்கள் காப்பாற்றுவோம் என்று. പുനലൂർ തൂക്കുപാലത്തിന് സമീപം സംഘടിപ്പിച്ച ജനകീയ കൂട്ടധർണയിൽ ഷാജി വാളക്കോട് അധ്യക്ഷനായിരുന്നു. DMK ജില്ലാ സെക്രട്ടറി S രജിരാജ് യോഗത്തിൽ സംസാരിച്ചു. അതിലൊന്ന് ഈ തൂക്കുപാലത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതികളെ കുറിച്ചാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും തന്നെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ആ പാലത്തിൽ കൂടെ ഇറങ്ങി അങ്ങ് അക്കരെ വരെ നടന്നു പോകുന്ന കുട്ടികളടക്കമുള്ളവർ ഒരു പലകയ്ക്ക് മീതെ തറച്ച മറ്റൊരു പലകയിൽ തട്ടി ക്രമരഹിതമായി നിരപ്പായി പാലത്തിൻ്റെ പ്രതലം രൂപപ്പെട്ടതുമൂലം തട്ടിത്തറഞ്ഞ് വീഴുന്നൊരു സാഹചര്യം. വളരെ രസകരമായ കാര്യം, 4 പലക മാറിയിട്ട് 10 ലക്ഷം രൂപയാണ് നവീകരണ പ്രവർത്തനത്തിൻ്റെ പേരിൽ മാറിയെടുത്തിട്ടുള്ളത്. ഇത് ഈ നാട്ടിലെ ബഹുജനങ്ങൾക്കറിയാം, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കറിയാം, അധികാരികൾക്കറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ പാലം നവീകരണത്തിൻ്റെ പേരിൽ നടക്കുന്ന ക്രമക്കേടുകളെക്കുറിച്ച് മിണ്ടുന്നതിന്, പ്രതികരിക്കുന്നതിന് ആരും തയ്യാറില്ല. DMK മുൻകൂട്ടി ഈ സമരം ആസൂത്രണം ചെയ്തിരുന്നതാണ്. ഏതാണ്ട് 1 മാസം മുമ്പേ നടക്കേണ്ട സമരമാണ്. പക്ഷെ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ചെന്നൈയുമായി ബന്ധപ്പെട്ട് ചില യാത്രകൾ ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് ആ പരിപാടി നീട്ടിവെക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ ഈ സമരം നടക്കുമ്പോൾ അതിലെ അജണ്ടയുടെ ഒരു ചെറിയ വ്യതിയാനം വന്നിട്ടുണ്ട്. സത്യത്തിൽ ആ തൂക്കുപാലം സമരം വളരെ വലിയൊരു ചർച്ചയാക്കി മാറ്റി ജനസംരക്ഷണം. DMK നേതാക്കളായ ശ്യാംലാൽ, റിനു രാജൻ കിഴക്കേക്കര, അജ്മൽ ജമാൽ, രാജേഷ് രാജൻ, ജനാർദ്ദന സ്വാമി, ദിനേശൻ, PK ബാബു, ഗീതാകൃഷ്ണൻ, ലാൽജി മോഹൻ എന്നിവർ നേതൃത്വം നൽകി. റിപ്പോർട്ടർ സുരാജ്, പുനലൂർ. പുനലൂരിന്റെ പൊൻതിളക്കം അൽ-നവീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽ-നവീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 0475 291 2916 8129 69991.